ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടി തന്നെയാണുള്ളത്. ഇത്രയും കാറുണ്ട്, മൈക്കുണ്ട്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് നമ്മൾ പോവുകയാണേ. നമ്മുടെ മെയിൻ ആയിട്ട് ഒരു ലക്ഷ്യത്തിനാണ് നമ്മൾ വന്നത്. നമ്മൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തില്ല എന്ന് നമുക്കൊരു തോന്നൽ. അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 കിലോമീറ്ററാണ് ലക്ഷ്യം. 1000 എന്തായാലും ആവില്ല, അടുത്തെങ്കിലും 500ന്റെ മുകളിലെത്തുള്ളൂ. അപ്പൊ നമ്മളിന്ന് പോകുന്ന റൂട്ട് ഇനി നമ്മൾ ഇങ്ങനെ പിടിക്കാണ്ടേ, നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണ്. അതെ അതെ അതെ. അതായത് നമ്മൾ അത് പക്ഷെ ആ റൂട്ട് അടിപൊളി റൂട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിലേ പോകുന്നത്. നീ അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പൊ അതായത് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ മേട്ടുപ്പാളയം പോയി മേട്ടുപ്പാളയത്ത് നിന്ന് സത്യമംഗലം കയറും. സത്യമംഗലം കയറി ഗുണ്ടിൽപേട്ട എത്തും. ഗുണ്ടിൽപേട്ടയിൽ വീട്ടിൽ പോകും. നിങ്ങൾക്ക് തോന്നില്ലേ അതാണ് പറഞ്ഞത് ഇങ്ങനെയാ പിടിക്കുന്നതെന്ന്? അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. എടീ, നീ ഒന്നില്ലെങ്കിൽ ഊട്ടി വരെ വന്നിട്ട് ആ കൊച്ചിന് എന്തെങ്കിലും മുട്ടായെങ്കിലും മേടിച്ചു കൊടുത്തു. നീ എന്ത് തള്ളയാ. 3 പിള്ളേർ വീട്ടിലിർക്ക്. 3 പിള്ളേരുണ്ട് വീട്ടിൽ. അവർക്ക് ഒരു ഇച്ചിരി ചോക്ലേറ്റ്. ഒന്നിന് ചോക്ലേറ്റ് ഒന്നും കൊടുത്ത് പഠിപ്പിക്കണ്ടേ ഇപ്പോഴേ? 2 എന്തായാലും വഷളായി, ഒരെണ്ണം കൂടി ഇനി വഷളാവാനോട്. നമ്മളായിട്ട് വഷളാക്കണ്ട. എന്തായാലും ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയിലെ ചോക്ലേറ്റ്. ഊട്ടിയില്ല, ഊട്ടിയിലെ കോട ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഈ മേട്ടുപ്പാള എത്തിക്കഴിഞ്ഞാൽ ആ സുഖം പോകും കേട്ടോ. പോലെ നമ്മളങ്ങനെ ഒരു ചോക്ലേറ്റ് കട കണ്ടുപിടിച്ചു കേട്ടോ. കുറേ സൈസ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടല്ലോ. ഹോംമെയ്ഡ് ആണ്, എല്ലാത്തിനും വിലയായിരിക്കും. നോക്കാം, പോയി നോക്കാം. ഊട്ടി വർക്കിയും കൂടെ മേടിക്കും ഒരെണ്ണം. ഊട്ടി വർക്ക് ചെയ്യാം. ഊട്ടിയിൽ വന്നിട്ട് വർക്ക് മേടിച്ചില്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യാം നമ്മളല്ലേ. വിലയൊക്കെ കൂടി ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. 400, 500, 300, 200. ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചാൽ വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ? എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ബോക്സ് വാങ്ങിയാൽ പോലെ. ഫുള്ള് 250 gram 200, 250 gram 180, இது வந்து 400, 250 gram 400. உள்ள மிக்சிங் இருக்கு. உண்டோட டேஸ்ட் இருக்கு. இல்ல பாருங்க எடுங்க. டேஸ்டிங் இருக்கு. ചെറുത് മതി. ടേസ്റ്റ് ചെയ്യാൻ എടുത്താൽ മതി. ഇങ്ങോട്ട് എടുക്കാം. ഞാൻ ചോക്ലേറ്റ് ചെയ്യാം, അല്ല ഞാൻ ടേസ്റ്റ് ചെയ്യാം. വൈറ്റ് എങ്ങനെയാ? ഇത് എത്രയാ? അത് 200. മിക്സിംഗ് ഒരാൾ തരോ ഇല്ല തനി സെപ്പറേറ്റ് ആണോ? ഓക്കേ തരാം. ഇങ്ങനെ വരുമ്പോൾ എത്ര ഗ്രാം ഉണ്ടാവും ഇത്? അത് 250 gram 200. 250 ഗ്രാം ഉണ്ട് അതല്ലേ. എല്ലാ സൈസ് ചോക്ലേറ്റ് കൂടി ഏതാ അനുസരിച്ച് വേണ്ടേ? വർക്കി. ഈ വർക്കി എങ്ങനെയാ വില? അത് ഹാഫ് കെജി 120. 120. ഹാഫ് കെ ജി ഒരു പാക്കറ്റാ? ആ, അതൊരു പാക്കറ്റ്. ചോക്ലേറ്റ് ഏതാ അനുസരിച്ച് വേണ്ടേ? നോക്കി വാങ്ങിക്കാം. 2 പാക്കറ്റ് സാധനം വാങ്ങിട്ടോ. പക്ഷേ ഭയങ്കര സ്നേഹമുള്ളാക്കാം സാധനം ഞങ്ങൾ മേടിച്ചു. എന്നിട്ട് പോവാൻ നേരത്ത് ചേച്ചി എടുക്ക് നമ്മൾ അപ്പൊ ഞാൻ ചേച്ചി എടുത്താ. ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ എടുക്കേ. അപ്പം ചേച്ചി പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴത്തെ എടുത്തെങ്കിലല്ലേ ഇനി വരുമ്പോൾ മേടിക്കുള്ളൂ. നിങ്ങൾ എല്ലാത്തിനും ഓരോന്നും എടുത്തോളാം. ഞങ്ങൾ 2 നമ്മളറിയാലോ, ഞങ്ങൾ ആകെ 2 എടുത്തോളൂ കേട്ടോ. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. പറവാലക്ക എന്ന് കുറേ നേരം പറഞ്ഞു. ഞങ്ങൾ 2 എടുത്തു കേട്ടോ. എന്നിട്ട് കഴിച്ചു നോക്കി. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സാധനം അടിപൊളിയാ. ഓടിക്കോ. തൊട്ട് മുന്നിൽ ബസ്സായിരുന്നേ. അങ്ങനെ ഊട്ടീനോട് വിട പറഞ്ഞ് പോവുകയാണ്. സത്യമംഗലത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടുത്തെ പാതിരാത്രിയാവും മിക്കവാറും അല്ലേ? എവിടെ? സത്യമംഗലം 6 മണിയൊക്കെയാണ് മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും ആ സമയത്ത് നമ്മുടെ പോക്കായതുകൊണ്ട് എത്തൂല. വീഡിയോ ഒക്കെ എടുത്തെടുത്ത് പോകുന്നതുകൊണ്ട്. അതുമല്ല, ഒരു 60ന്റെ മേളിലേക്കേ ഇപ്പോഴേ അങ്ങനെ ഒരു വലിയ മൂപ്പിക്കാത്ത നല്ലത്. വണ്ടിക്ക് നല്ലതാ. പോകുന്തോറും ഇങ്ങനെ കോട ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണല്ലോ. നല്ലതാ. നല്ല രസം. മേട്ടുപ്പാള എത്തുമ്പോ ചൂടില്ലാതിരിക്കുവായിരുന്നു നല്ലതായിരുന്നു. നമ്മള് വാൽപ്പാറയ്ക്ക് പോയപ്പോ ഓർമ്മയുണ്ടോ? മേട്ടുപ്പാളയത്ത് വന്നിട്ട് റൂം എടുത്ത് കിടന്നത് എന്റെ ചൂടുണ്ടാവില്ലെന്ന് പറഞ്ഞ് AC റൂം എടുത്തില്ല. ഫാനിന്റെ റൂമൊക്കെ എടുത്തിട്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ തുടങ്ങിയില്ല ചൂടും കൊതുകും. അമ്മോ, കൊതുകടിച്ച് കൊച്ചിന്റെ കാലൊക്കെ അപ്പം ഓർമ്മയുണ്ടോ? പിന്നെ വാൽപ്പാറ എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. പിന്നെ തണുപ്പാണല്ലോ. ഒരു ചേച്ചിയാണ് താറ് ഓടിച്ചു പോണത്. താറല്ല, ജിമ്മിണിയാ. അമ്മിണി. അമ്മിണി ഓടിച്ചോണ്ട് പോണ എന്തായാലും ചേച്ചിയാ. എന്നെ പോലെ ഇങ്ങനെ സൈഡിൽ ഇരുന്നോ? അതെ, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരുന്നോ.
ഈക്കോ ഇതിലെങ്കിലും നീ പഠിക്കോ ഈക്കോയില്? ആഗ്രഹമുണ്ട്. 4 ദിവസം നാനോ ഓടിച്ചപ്പോഴത്തേക്ക് 5ാമത്തെ ദിവസം നാനോ കൊടുത്തു. എന്നാ നീ ഈക്കോ ഓടിക്കണ്ട. വേണമെങ്കിൽ പറയാം. ഈ വഴിയേ മൊത്തം വളവും തിരുപോലെ. ചൊരാണ് ഇപ്പൊ ഇറങ്ങുന്നത് അല്ലേ? അതായത് ഇത് ഈ വഴി ഇനി നേരെ കുന്നൂരെത്തും. കുന്നൂരിൽ നിന്നാണ് നമ്മൾ മേട്ടുപ്പാളയത്തിന് പോവാ. എന്നിട്ട് നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് സത്യമംഗലത്തേക്ക് പോകും. അവിടെ ഒരു ചുരമുണ്ട്, സത്യമംഗലം ചുരം. ചുരം വിത്ത് കാട്. എവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മളിന്ന് കാട്ടി കയറ്റോ? രാത്രി എത്രയും സമയം ക്ലോസ് ചെയ്യുന്ന സമയൊക്കെ ഉണ്ട്. സത്യമംഗലം കാട്ടിനും ഉണ്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നത് നൈറ്റ് 9 തോന്നുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം അന്ന് കൊല വണ്ടിയിൽ, ഞാനും ജെറിന്റെ വണ്ടിയിലെ കൊല എടുക്കാൻ വന്നില്ലേ മേട്ടുപ്പാളയത്ത്. അന്ന് ഞങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് 9 മണിക്ക് അടയ്ക്കുമായിരുന്നു. അതായത് ലോഡും വണ്ടികള് വൈകുന്നേരം 6:30 വരെ ഉള്ളൂ. 6:30 6 ഏതാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ലോഡും വണ്ടികൾ പിന്നെ കയറ്റി വിടില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളെ അന്ന് കയറ്റി വിടിയല്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് പോലീസുകാരെ കൈക്കൂലി മേടിച്ചിട്ട് പറഞ്ഞു പൊക്കോളെ. അതാണേ. അപ്പൊ 9 മണിക്ക് മുമ്പ് നമ്മള് സത്യമംഗലം, അതെ 9 മണിക്ക് മുമ്പ് നമ്മൾ സത്യമംഗലം കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് സുഖമായിട്ട് ഇവിടെ എത്താം. നമ്മുടെ ഗുണ്ടിൽപേട്ട എവിടെയെങ്കിലും പോയി സ്റ്റേ അടിക്കാം. നാളെ രാവിലെ ഏറ്റുപോയ വീട് പിടിക്കാലോ. ഗുണ്ടിൽപേട്ട ഞാൻ പറയുമ്പോ കാടിന്റെ ആ ലോറികളൊക്കെ നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിർത്തിയാലും മതി. നോക്കാം. അവിടെയല്ല എല്ലാരും നിർത്തുക. ചെക്ക് പോസ്റ്റില് ആനയൊക്കെ വരും. അവരതിലേക്ക് നോക്കോളും. മഴ പിന്നെയും സ്ട്രോങ് ആവാണല്ലോ. ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കൂടുതലും മഴയാണ് എന്നേ ഉള്ളൂ അല്ലേ? നമ്മളെല്ലായിടത്തും പോകുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? അതുവരെ അവിടെ മഴയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കുറ്റല്ലോ. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ കറങ്ങണം എന്നുള്ള ഇതില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കേറുക, ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പുറം കിടക്കാന്നുള്ളതായിരുന്നു ഈ റൂട്ട് തന്നെ. പക്ഷെ നമ്മളിപ്പോ 1 ദിവസം 2 ദിവസം ഊട്ടിയിൽ നിന്നു. 2-3 ദിവസം ഊട്ടിയിൽ നിന്നു, ഒന്ന് ആസ്വദിച്ചു പോന്നു. അപ്പൊ കുഴപ്പമില്ല. പിള്ളേരെല്ലാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയം. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വന്ന ആ ഒരു കാലം മഴയൊക്കെ പെയ്തിരിക്കുമ്പോ ചായയും കടിയും ടിവിന് മുമ്പിൽ പോയിരിക്കുന്നു. അതാണ് രസം. പിന്നെ സ്കൂൾ അങ്ങ് തുടങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോൾ ഒരു വൈറൽ ഫീവർ അങ്ങ് പിടിക്കും. പിന്നെ ഒരു 5 ദിവസം 5 ദിവസം നമ്മള് പിന്നെ വീട്ടിൽ തന്നെ. നമ്മളിങ്ങനെ നേരെ ഈ ഇവിടം വരെയൊക്കെ എനിക്ക് വഴി അറിയാം കേട്ടോ. മേട്ടുപ്പാളയം വരെ അല്ല, കോയമ്പത്തൂര് വരെ വഴി അറിയാം. കോയമ്പത്തൂര് ചെന്നിട്ട് എന്തെങ്കിലും തിരിയാനോ മറിയാനോ പറഞ്ഞാൽ നമുക്കറിയില്ല. പണ്ട് ഫുള്ള് കോയമ്പത്തൂരല്ലായിരുന്നോ? ഇപ്പൊ തന്നെ 4 മണിയായി. 4 മണിയായോ? 4 മണിയായി. നമ്മളേ കാട്ടിക്കൂടെ കയറ്റി വിടുവോ? കാട്ടിക്കൂടെ സത്യമംഗലം വഴി കയറ്റി വിടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് മുത്തങ്ങ എത്തുമ്പോഴേ നമുക്കൊരു സംശയമുള്ളൂ. ഇപ്പൊ 4 ആയില്ലേ, ഇനി 4-5 മണിക്കൂറല്ലേ ഉള്ളൂ. 5 മണിക്കൂറും കൊണ്ട് ചിലപ്പോ സത്യമംഗലം എത്തിയില്ലെങ്കിൽ, അല്ല സത്യമംഗലം അല്ല, നമ്മുടെ മുത്തങ്ങ എത്തിയില്ലെങ്കിൽ നമ്മൾ പെടും. അപ്പൊ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഉണ്ട്. നമ്മൾ പാലക്കാട് വഴി പോവും. പാലക്കാട് വഴി, അതായത് നമുക്ക് മറ്റേ മേട്ടുപ്പാളയം എത്തിയിട്ടേ അവിടുന്ന് നേരെ പാലക്കാട് കയറാം. പാലക്കാട് കയറിയിട്ട് പാലക്കാട് നിന്ന് കോഴിക്കോട് പോവാണ്ട് അരീക്കോട് മുക്കം വഴി വീട് പിടിക്കാം. അങ്ങനെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ശരിക്കും ഭയങ്കരമായിട്ട് വളഞ്ഞു പിടുത്തം തന്നെ. പോയി നോക്കാം. കിലോമീറ്ററും കുറച്ചും കൂടി ആക്കുവാണെങ്കിൽ സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ നമുക്ക് ഒരു കണക്കിനെ നമ്മൾ സർവീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. അല്ല, ചിലവർ അങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്ത് ഫൂളിഷ്നെസ് ആണ് പറയുന്നത്, വണ്ടി 1000 കിലോമീറ്റർ ആക്കുന്നത് എന്തിനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. നിങ്ങൾക്ക് പോയാ പോരെ, അങ്ങനെയല്ല, നിങ്ങൾക്ക് പോയാ പോരെ എന്നൊക്കെ. ഞാൻ എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിയാണ്ട് പോവില്ല. കാരണം ഫസ്റ്റ് സർവീസ് നമ്മൾ എടുത്തോടത്ത് തന്നെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. പിന്നെ ഭാഷ അറിയാത്തോടത്ത് പോയി നമ്മൾ അത് നന്നാക്കണം ഇത് നന്നാക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടേത്. പക്ഷെ അത് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് പറയണ്ടല്ലോ. പോയി നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ കുന്നൂരെത്തിയില്ലേ? കുന്നൂരെത്തി. ഇനി ലെഫ്റ്റ് കാണാം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. കുന്നൂര് റെയിൽവേ സ്റ്റേഷൻ. ഇത് പുതിയ ടാറിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. വഴി വേറെ വഴി, കിടക്കുന്ന വഴി ബ്ലോക്കാണോ? എന്തായാലും ഇച്ചിരി ബ്ലോക്ക് കാണണല്ലോ. പുതിയ വഴി എന്തോ തോന്നുന്നു അല്ലേ? ഇവിടുന്ന് ഇപ്പൊ മറ്റേ ട്രെയിൻ തുടങ്ങുന്നുണ്ടല്ലോ. ടോയ് ട്രെയിനാ? ഇത് നേരത്തെ ബുക്ക് ചെയ്യാനേ നമുക്ക് കയറാം. നമ്മൾ ഇതുവരെ കയറാത്തൊരു സംഭവം. എപ്പോഴും നമ്മൾ വരും, ബുക്ക് ചെയ്യൂല. പക്ഷെ കിട്ടലില്ലല്ലോ. ഇല്ല, ശനി ഞായർ നോക്കുമ്പോ ഫുള്ളായിരുന്നു.
ഇന്ന് പക്ഷെ അത്ര ഫുള്ള് ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും. ഫുള്ളില്ലായിരുന്നു, പൈൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ബാക്കിലേക്കൊന്നും വലിയ സീറ്റൊക്കെ ഫ്രീ ആയി കിടക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും കേറാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അതെ, യോഗമില്ല മണി. നമ്മളെന്തായാലും ഇത് അങ്ങനെ കയറുന്ന ഇന്ന് പ്ലാൻ ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ നമുക്ക് കുന്നൂരിൽ നേരെ മേട്ടുപ്പാളയം റൂട്ടിൽ കയറി പോവാം. ഓക്കെ, ഇതാ ട്രെയിനിന്റെ പാളാണോ? ആ, താഴേക്കുള്ള മേട്ടുപ്പാളയത്തേക്കുള്ള. ഓ ഓ, ഇത് നമ്മൾ ഈ പോകുമ്പോ ഈ ചുരത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇവിടെ നല്ല കോടയാണേ. ഇവിടെ കുന്നൂരൊക്കെ അങ്ങനെ തന്നെയാ, ഊട്ടി പോലെ തന്നെ ഇവിടെ നല്ല തണുപ്പ്. പണ്ട് നമ്മൾ ഇവിടെ നല്ല മറ്റേ കാട്ടി നിൽക്കണ്ടേ. ഇന്ന് കാണാൻ സാധ്യതയില്ലായിരിക്കും. അന്ന് എന്തായാലും മണ്ടൻ എണ്ണത്തില് നമ്മള് കുന്നൂരിൽ നിന്നല്ലേ കണ്ടേ? കുന്നൂരിൽ നിന്ന് കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ, ഇവിടെയൊക്കെ ട്രെയിനിന്റെ പാളം ഇങ്ങനെ സൈഡിൽ കൂടി തന്നെ കാണാലോ. കാണുന്നുണ്ടോ നിനക്ക്? ഫോണിൽ കാണുന്നില്ല, എനിക്ക് കാണും, വീഡിയോയിൽ കാണുന്നില്ല. ഏകദേശം മുന്നിലേക്ക് ഒന്നും കാണുന്നില്ലല്ലോ. ഊട്ടിത്തേക്കാളും കോടയാണല്ലേ. അയ്യോ, മൊത്തത്തിലൊരുമാതിരി മേട്ടുപ്പാളയം ചെല്ലപ്പോ നോക്കിക്കോ, ചൂടായിരിക്കുന്നില്ലേ. ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മഴ ഉണ്ടാവും ചിലപ്പോ. മഴ ചിലപ്പോ കാണുമായിരിക്കും. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നില്ലേ മഴ? മഴ ഇപ്പൊ മൊത്തത്തിലുണ്ടടി. നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടോ? കാലം തെറ്റി പെയ്യുന്ന മഴ അല്ലേ. ഇപ്പൊ എന്താ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസത്തിൽ ഒരു 8 മാസവും മഴയാ. വെയിലിപ്പോ പൊതുവെ കുറവാന്ന് എനിക്ക് തോന്നുന്നു. സൂര്യന് പണിയില്ല ഇപ്പൊ, പണി കുറവാ. പുള്ളി പാവം സൈഡായിട്ട് എവിടെയോ ഇരിക്കുന്നു. അടിപൊളി അടിപൊളി വെള്ളച്ചാട്ടം. വണ്ടി നിർത്താനും പറ്റില്ല അല്ലേ. ആ ബേക്കിൽ ഒരു മുട്ടിച്ച് വരുന്നുണ്ട് തൊട്ട് മൂട്ടിലേ. അപ്പൊ ഞാൻ അവിടെ ചവിട്ടി കഴിഞ്ഞാൽ അവൻ നമ്മുടെ മൂട്ടിൽ കയറിയിരിക്കും. അപ്പൊ നല്ല വെള്ളമുണ്ട്, മഴ ചെയ്തോണ്ടായിരിക്കും അല്ലേ. അല്ല നമുക്ക് നിർത്താനുള്ള വേറെ സമയം ഇല്ല താനും. നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ കാടൊന്നും കിടക്കാണ്ട് ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് അല്ലേ. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പുറത്തെ കണ്ടില്ല തേയിലത്തോട്ടം തന്നെയാ. കുന്നൂരിന്റെ ഒരു സൈഡ് ഭാഗം തന്നെയായിരിക്കും ഇതൊക്കെ. ഈ കല്ലൊക്കെ ഇതിന്റെ പൊക്കത്തോന്ന് വന്നിരിക്കുന്ന തോന്നുന്നു. എല്ലാ ചുരത്തിലും ഇത് തന്നെ സ്ഥിതി. എല്ലാ ചുരത്തിലും ഉണ്ട് വലിയ വലിയ ഓരോ വലിയ പാറക്കല്ല്. അതെന്നാ വലിയ കല്ല. നമ്മുടെ വയനാടൻ ചുരത്തിലുണ്ടല്ലോ അല്ലേ ഇതേപോലെ പ്രശ്നം. ഇവിടെ ഒന്ന് നിർത്തേട്ടാ എന്നെ പൊന്നു. ഇറങ്ങിട്ട് നോക്കൂ, ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും. നഷ്ടല്ല, ഇവിടെ നിർത്തിയില്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്നവരല്ല. അല്ല, ഇത് വല്ലാത്തൊരു പാറയൊന്നും കാണാൻ പോലും ഇല്ല. അല്ല, ആ കോട അങ്ങനെ കേറി പോണ കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെ. നല്ല ഭംഗിയല്ലേ. കൊള്ളാം, പൊളിച്ചൂലേ. മേളിലേക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഇവിടെ ചൊക്ക കോട തന്നെയാണ്, പക്ഷെ ഈ ഒരു ഭാഗം കാണാൻ ഒരു പ്രത്യേക ഭംഗി. അവിടെ ഒരു പാറയുണ്ട്, ആ പാറേന്റെ മേളിൽ കൂടി ഇങ്ങനെ കോട ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല ചേട്ടേ. അതേപോലെ തന്നെ ഇല്ലേ ഇതിന്റെ താഴെ കൂടെ ടോയ് ട്രെയിൻ പോകുന്നുണ്ട്. എവിടെ? ആ സൈഡിൽ ഇങ്ങനെ കാണാം. വരുന്നുണ്ടോ ടോയ് ട്രെയിനിന്റെ പാളം? പാളം കാണാം, സോറി, ടോയ് ട്രെയിനിന്റെ പ്ലാളം കാണാന്നാണ് ഉദ്ദേശിച്ചത്. പ്ലാളം ഇവിടെയും കൂടി ഒക്കെ കാണാം. പ്ലാളം സ്ഥലം കൊള്ളാം. കാറ്റ് വരുന്നുണ്ടോ? കാറ്റിന്റെ ചെറുതായിട്ട് കാറ്റടിക്കുന്ന തോന്നില്ല. അത് നല്ല രസമുണ്ട് കാണാൻ. എന്നാ പോവാം. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൊറേ ഉണ്ട് അല്ലേ. കൊള്ളാം, സൂപ്പർ. ഇറങ്ങാനുള്ള സമയമില്ല. നമ്മൾ നിന്നതിന്റെ സൈഡ് അല്ലേ. കൊള്ളാം. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഇത് ഭയങ്കര വ്യൂ ആണ് ഇവിടെ ഈ ചുരം. ഇവിടെ ആൾക്കാർ വണ്ടി എത്തിയാണോ? പണ്ട് ഈ ചുരം എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പണ്ട് ആശുപത്രിയിലൊക്കെ പോണ സമയത്തേ. ഇപ്പൊ പക്ഷെ ഭയങ്കര ഇഷ്ടമായി വണ്ടി ഓടിക്കാൻ. ഇവിടെ ചായ കുടിക്കണോ? കടി ഉണ്ടോ? ഇനി കടിയൊന്നും ഉണ്ടാവില്ല. നോക്ക്, കുരങ്ങ് എഴുന്നേറ്റൊക്കെ നോക്ക്. എന്തെങ്കിലും തിന്നാൻ കിട്ടിയെങ്കിലും. അത് പഴം ഉണ്ടോ നമ്മളതിൽ കൊടുക്കാൻ? ഉണ്ടല്ലോ, എന്നാ കൊടുക്കാം. കൊടുക്കുന്നേക്കെ കൊള്ളാവേ. ഞങ്ങളുടെ കടിയൊന്നും മേടിച്ചു കൂട്ടാൻ നിൽക്കരുത്. നമ്മൾ കൊടുത്ത പഴമായിട്ട് അവിടെ പോയി നിന്നോട്ടോ. നന്ദി ഉണ്ടായാ മതി കേട്ടോ. എടുത്തോണ്ട് ഓടിയോ? ഇനി വരണ്ട, ഇനി ഇല്ല ഞങ്ങളുടെ കയ്യില്. അയ്യോ, ഇനി വരരുത്. 3 പഴം ഉണ്ടായിരുന്നല്ലോ. 3 പേർക്ക് കൊടുത്തില്ലേ? 3 പേർക്ക് കൊടുത്തു. അങ്ങനെ എന്നാ സ്പീഡിലായിരുന്നു. തൊലിച്ച് അതിന്റെ തൊലിയൊക്കെ ഇങ്ങോട്ട് തൊലി കളഞ്ഞ് കഷ്ണം. തൊലി മാത്രമേ കളയാ? തൊലിയൊക്കെ കളയൂടി. ആൾക്കാര് കൊള്ളാലോ. പിന്നെ നീ എന്താ വിചാരിച്ചത്?
മേഘത്തിന് അല്ല ഇങ്ങനെ കോട ഇങ്ങനെ പോകുന്നതിന് അവിടെ പോയിരിക്കാൻ അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ? ബ്ലോക്ക് ആണോ ചെറുതായിട്ട്? ബ്ലോക്ക് അല്ല, അത് ഈ വണ്ടികൾ വരുമ്പോഴേ വലിയ വലിയ ബസ്സിന്റെ ഇതാല്ലേ. വഴിക്ക് ശരിക്കും വീതി കുറവുണ്ടേ. ചുരം ഞാൻ പറയുമ്പോ ശരിക്കും നല്ല പക്ഷെ അടിപൊളി ചെറിയതൊന്നല്ല കേട്ടോ, വെള്ളിലേക്കും കൂടി ഉണ്ടായിരുന്നു. ചുരായതുകൊണ്ട് നിർത്താൻ പറ്റില്ല. ചുരായതുകൊണ്ട് സീനാണ്, ഫുള്ള് മരങ്ങള് പോലെ പ്രത്യേക ഭംഗി. ഇപ്പൊ തന്നെ ഒരു 6-7 മണിയായ ഫീല്. പക്ഷെ ആകെ 4 മണി. 4 മണിയായി. 4 മണിയായി. ഇപ്പൊ പെട്ടെന്ന് ഇരുട്ടും. ഇനി ക്യൂ ആയിട്ട് പോവാം നമുക്ക് എന്തായാലും. മരത്തിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ, എന്ത് വലിയ മരം. ചുരത്തിലൊക്കെ ആയതുകൊണ്ട് വെട്ടൊന്നുമില്ലല്ലോ. ഫോറസ്റ്റിന്റെ അല്ലേ? വെട്ടിയാ തീർന്നില്ലേ? വെട്ടിയാ കുറച്ച് നാള് കിടക്കാം. ആനയും പുലിയും മാനും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം. നല്ല ഇടിയും കിട്ടും. അതെ, നല്ല രീതിക്ക് തന്നെ കിട്ടും. ഓ, ഇവിടെ റോഡ് പണിയുണ്ടേ. ഇവിടുന്ന് ഇത് കെട്ടുകട്ടെ. ഇതൊക്കെ ഇടിയുന്ന സ്ഥലമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നെറ്റ് ഇടുക അല്ലേ? ഓ, ഇവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലമല്ലേ? കൊള്ളാം. ചില ആൾക്കാരുണ്ട് ഒട്ടും ഇവിടെ ഒരു 2 മിനിറ്റ് പോലും നിക്കാൻ പറ്റില്ല. കണ്ടോ, എല്ലാരും മര്യാദയ്ക്ക് പോകുമായിരിക്കും. ചില ഏട്ടന്മാർക്ക് മാത്രം തിരക്കാ. ബാക്കി ആർക്കും ഈ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ സത്യമംഗലം കാടും കയറി പോകേണ്ടവരാണ് ഞങ്ങള്. ഞങ്ങൾ ഇത്രയും മര്യാദയ്ക്ക് പോകണ്ടല്ലോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, ചെറിയ വെള്ളച്ചാട്ടോ. അവര് ആ ചേട്ടനാണ് വണ്ടി കൊണ്ട് നിർത്തിക്കുന്നതുകൊണ്ട് 2 മിനിറ്റ് ബ്ലോക്ക് ആയി. അതെന്താ പറയാ, ആ ബസ് തിരിഞ്ഞു വരുമ്പോ അയാളുടെ വണ്ടി കിടക്കും അവിടെ. ആ ബസ്സുകാർ തന്നെ എത്ര കഷ്ടപ്പെട്ടാ തിരിച്ച് പോകുന്നതെന്ന് അറിയോ? അപ്പൊ അതിന്റെ കൂടെയാണ് ഓരോ ഏട്ടാവളിയന്മാര്. പിന്നെ അവരുടെ ഒരു കൗതുകമായിരിക്കും ചിലപ്പോ. നല്ല ഭംഗിയായില്ലേ ഈ കാടിന്റെ ഇവിടെ നോക്കും, നല്ലൊരു രസം. പക്ഷെ ആ കാട്ടിക്കൂടി ആൾക്കാർ നടന്നു പോകുന്നു. അതാ അതിന്റെ ഉള്ളിലേക്ക് ഒരു ചേട്ടൻ നടന്നു പോകുന്നുണ്ടല്ലോ, കണ്ടോ? 1-2 ഏട്ടന്മാരുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ചിലപ്പോ. അങ്ങനെ കുറെ പേർക്ക് ജോലി കിട്ടൂടി. ഫോറസ്റ്റിലല്ലേ? ഫോറസ്റ്റിൽ അങ്ങനെ കുറെ ജോലി കിട്ടും. താഴേക്ക് എത്തിയപ്പോഴേ നല്ലൊരു കാലാവസ്ഥ അല്ലേ? അതാണ് ചേട്ടൻ പറയാൻ വന്നേ. അല്ല, ഇവിടെ ഞാൻ പറയാൻ വന്നത് ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ. ഇനി തമിഴ്നാട്ടിലെ ചായ കുടിക്കണേ ഇവിടുന്ന് കുടിക്കണം. ഇവിടെ നല്ല ചായയും വടയും കിട്ടുമെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഈ ഒരു പള്ളിയുടെ മുമ്പിൽ തന്നെ ഇവിടെ തന്നെ ചായക്കടയുണ്ട്. കടി വേണം, കടി ഞാനൊരു കടി അങ്ങ് തന്നാ മതിയോ? നോക്കാം. മറ്റേ സാധനം ചേട്ടാ 2 ചായ. ഇവിടെ എന്തൊക്കെയോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയല്ല, ഇത് മുട്ടപ്പഴം, ഇത് പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടാണ്. പ്ലംസ് കണ്ടായിരിക്കണം. പിന്നെ അതിന്റെ അപ്പുറത്തിരിക്കുന്ന ലിച്ചിയാ, മലേഷ്യൻ ലിച്ചി. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലേ ഈ സാധനം? മേടിക്കണോ? ചായറടി. ഇനി ഈ ചായ കിട്ടണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ പിന്നെ മഞ്ഞെങ്കിലേ കിട്ടുള്ളൂ. എനിക്ക് മുളക് ബജ്ജി മതി, മുളക് ബജ്ജി. അടിപൊളി ചായ. എങ്ങനെയുണ്ട് കാപ്പി? എങ്ങനെയുണ്ട്? അല്ല, ചായ എങ്ങനെയുണ്ട്? ചായ കൊള്ളാം, മുളക് ബജ്ജി കൊള്ളാം. മുളക് ബജ്ജി കൊള്ളാം. എനിക്ക് വേണ്ട, ബിരിയാണി വന്നിട്ട് വിശക്കുന്നില്ല ഇപ്പോൾ. കുരിശുപള്ളിയിലെ ചെറിയൊരു അമ്പലമുണ്ട്. നമ്മൾ ഏതാണ്ട് ചുരം കഴിയാനായി കേട്ടോ. ഇനി ലേശം കുറഞ്ഞ ദൂരം കൂടി ഉള്ളൂ. ഞങ്ങൾ ചായ കുടി എല്ലാം കഴിഞ്ഞ് കയറിട്ടോ. ഇവിടെ ഫുള്ള് കടകളാല്ലേ, ഇങ്ങനത്തെ കടകൾ തന്നെ. എടി, അതെന്താണെന്നറിയോ? ഇവിടെ അങ്ങോട്ട് പോകുന്ന ബസ്സുകളുണ്ടല്ലോ, ഇവിടുന്ന് മേളിലേക്ക് കയറുന്നത്, അവരിവിടെ നിർത്തും. പാട്ട് യഹോവ ഇരേത്. അവര് ചായ കുടിക്കാൻ ലോറി ഇതേപോലെ രാത്രിക്ക് ഇവിടെ ഫ്രൂട്ട്സ് മേടിക്കാമല്ലോ. തമിഴ്നാട് വിട്ടാൽ പിന്നെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി കുറച്ചങ്ങ് ഇത് നഴ്സറി. ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പോലും പാടില്ല. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നമ്മള് നീലഗിരിക്ക് കയറാൻ നേരത്ത് നമ്മളൊന്ന് പൈസ അവിടെ നിന്ന് മേടിച്ചില്ലേ, അതേപോലെ ഇവിടുന്നാണ് അതേപോലെ ഇവിടുന്നാണ് മേളിലേക്ക് കയറുന്നതിനുള്ള ചെറിയൊരു ഫീസ്. ഫീസൊന്നും ഇല്ല ഇപ്പൊ. ലേറ്റ് ആയല്ലോ, നമ്മളിന്ന് സത്യമംഗലം കാട് ഇറങ്ങുവോ? എത്തുന്നോടം ദൈവം, അത്രേ ഉള്ളൂ. ഈ പാലം കൊള്ളാലോ. എത്ര കാലം പഴക്കമുള്ള പാലാന്നറിയാം. ഇതിനടിയിൽ ഇപ്പൊ എന്താ വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടാവും. ഭയങ്കര താഴ്ച കേട്ടോ ഇതിന്. ബ്രിട്ടീഷുകാരെ ഏതാണ്ട് പണിത പാലമാണ്.
കൊള്ളാല്ലേ. ഞാൻ എന്നൊക്കെ ഈ റൂട്ട് പോയിട്ടുണ്ടോ അന്ന് തുടങ്ങി കാണുന്നത്. എത്ര വർഷമായിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഒക്കെ പണി എന്ന് പറഞ്ഞാലേ അതൊരു പണിയാ, നല്ലൊരു പണിയാ. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകൂല. അതൊരു 1.5 പണിയാണ്. അതെ, നല്ല മേളിലേക്ക് നല്ല തിരക്കുണ്ട് അല്ലേ. 12 ക്യൂ ആണല്ലോ പോയത് വയനാട് വണ്ടി. ഏട്ടേ മേളിലേക്ക് നല്ല തിരക്ക് തന്നെ ഉണ്ട് അല്ലേ. മേളിലേക്കല്ലേ? ആ, താഴേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ മേളിലേക്ക് നല്ല തിരക്ക് കാണുന്നുണ്ട്. എടി അതിപ്പോ എന്താ ഇപ്പൊ ഊട്ടിയിൽ പോകേണ്ട ടൈം ഇതാണ്. നല്ല തണുപ്പ്, മഴ, കോട. എനിക്കിപ്പോ പോണം തന്നെ ഇല്ലായിരുന്നു. പിന്നെ പോയല്ലേ പറ്റുള്ളൂ. അതെ, നമുക്ക് ആ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റിയല്ല. ഇത് കണ്ടോ, ഒരു മിലിറ്ററി വണ്ടി കൊണ്ടുപോകണുണ്ടോ? ലേലം വിളിച്ചു കൊണ്ടുവന്നു. കുറെ കാലം ഓടാതെ കിടന്ന വണ്ടിയാ. പിന്നെ ഗ്ലാസ്സിലൊക്കെ പായല് പിടിച്ചിട്ടുണ്ട്. ചിലപ്പോ അവര് ഉപേക്ഷിച്ച വണ്ടി എന്തെങ്കിലും ഇനി നാട്ടിൽ കൂടി അല്ല, നമുക്ക് ഈ മിലിറ്ററി പിടിച്ചെടുക്കാലോ. നന്നാക്കിയിട്ട് ഇങ്ങനെ ചീറി ഓടിക്കും ഇനി. അതെ, അങ്ങനെ ഒടുവിൽ നമ്മൾ താഴെ എത്തി അല്ലേ. നമ്മൾ താഴെ എത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോ വേറൊരു കളർ ഉണ്ട് അല്ലേ. അതെന്താ അറിയോ, ഇവിടെ തണുപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു കളർ ചേഞ്ച്. അത് വരും, ഒരു വെളിച്ചം കയറുന്ന സ്ഥലമായല്ലോ. അങ്ങനെ നമ്മൾ ഇനി മേട്ടുപ്പാളയം എത്താനായി. ഇനി കുറഞ്ഞ ദൂരമേ ഉള്ളൂ നമുക്ക്. സത്യമംഗലം ഇനി കുറഞ്ഞ ദൂരമേ ഉള്ളൂ, 50 കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ അറിയാം നമ്മള് എത്തോ ഇല്ലയോ എന്നുള്ളത്. ഇവിടുത്തെ വാഴകൃഷിയൊക്കെ ഇവിടെ മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ എന്തോരം വാഴക്കന്ന് വരുന്നുണ്ടെന്ന്. അന്ന് ഞാൻ എടുക്കാൻ വന്നത് തന്നെ 5000 വാഴക്കന്ന് അന്ന് ഞങ്ങൾ കൊണ്ടുപോയത്. ഇവിടെ മറ്റേ കരണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടാവും, ആന ഇറങ്ങുന്നുണ്ടാവും. ഇവിടുന്ന് ഇഷ്ടം ഇവിടത്തെ ഒരു വാഴക്കന്നുണ്ട് ആൻസി, ഏത്തക്കൊല. നമുക്ക് കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായില്ലേ ആ സാധനം. കൊലേന്റെ വലിപ്പം കാണും മോളെ. നന്നായിട്ട് നോക്കുന്നവനാണെങ്കിൽ അതിൽ നിന്നൊരു 40 അല്ലെന്ന് തോന്നുന്നു. 40 കിലോന്റെ അടുത്തുള്ള കൊല കിട്ടും. അടുത്തുനിന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തേ ഉള്ളൂ, അല്ലാണ്ട് 40 ഞാൻ പറഞ്ഞിട്ടില്ലേ. അത് നമ്മളിപ്പോ നേരത്തെ കണ്ടേ കൂട്ട് അടുത്തൊരു പാലം ഞാൻ കാണിച്ചു തരട്ടെ. അതാ പക്ഷെ ആ പാലത്തിൽ കൂടി അല്ല ഇപ്പൊ വഴി. ബ്രിട്ടീഷുകാരുണ്ടാക്കി അത് പക്ഷെ വഴി മാറ്റി നമുക്ക് വേറെ ടാറിങ് ഇട്ട് വരും. ടോളുണ്ട് ഇവിടെ. ടോളോ? ഞാനിപ്പോ 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇതിൽ പോയിട്ട്. എന്തുകൊണ്ട് ചെക്കിംഗ് ആണോ? ചെക്കിംഗ് ആയിരിക്കും. നീലഗിരിക്ക് പോണതായിരിക്കും. പ്ലാസ്റ്റിക് ഫ്രീ സോൺ അല്ലേ സാറേ? ഇവിടെ ടോൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ മേളിലുള്ള ഇത് അത് മാറ്റിട്ട് ഇവിടെ ടോളാക്കി. നമ്മൾ അന്നത്തെ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ നമുക്ക് വേറെ സ്ഥലത്തായിരുന്നല്ലേ ടോൾ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഇപ്പുറത്തേക്ക് മാറ്റി. ഇതൊക്കെ ശരിക്കും കേരള സർക്കാരിന് ഇതൊക്കെ ചെയ്തുകൂടെ അല്ലേ? എത്ര പൈസ ആകെ നമുക്ക് മദ്യവും ഇതൊക്കെ മതി. മയക്കുമരുന്ന് അല്ലടി, മദ്യത്തിന്ന് നല്ലൊരു കാശ് നമുക്ക് കിട്ടുന്നുണ്ട്. ടൂറിസം അതേപോലെ ഇതേപോലെയൊക്കെ ചെയ്തുകൂടെ? ഈ കർണാടകയ്ക്ക് കയറുമ്പോ 20 രൂപ മേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് കേരളത്തിലേക്ക് കയറുമ്പോ അങ്ങനെ പൈസ മേടിക്കില്ലല്ലോ. 10 രൂപ പോലും മേടിക്കുന്നില്ല. എന്തെങ്കിലും മേടിക്കാതിരിക്കുന്നേ? ഇതൊക്കെ ഞാനൊക്കെ മുഖ്യമന്ത്രിയാണെങ്കിൽ എത്ര രൂപ മേടിച്ചാണ് ഉമ്മാരോടൊക്കെ. പക്ഷെ അല്ല, കർണാടകയ്ക്ക് കയറുമ്പോ 20 രൂപ മേടിക്കുന്നുണ്ട്. പക്ഷെ ഇനി കൂടുന്ന ഇനി അങ്ങോട്ട് കൂടുമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് അതേ സമയം അവിടേക്ക് തന്നെ 20 രൂപ മേടിച്ചിരുന്നെങ്കിൽ എന്തായാലും ആ പൈസ ഒന്നും കുറയാൻ പോണില്ല. അതെ, ഇനി ഒന്നും കുറയൊന്നുമില്ല ഒരിക്കലും. ഇവിടെയൊക്കെ നല്ല എന്താ ഇവിടത്തെ കവുങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നല്ല മുഴുത്ത കായും. അത് കണ്ടില്ലേ കവുങ്ങും തോട്ടം. അവിടെ ഒന്നും കേടില്ല. കണ്ണ് വെച്ചിട്ട് പോകണ്ട. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മൊത്തം കേടാണ്. ഇത് കുറെ വർഷം ഞങ്ങൾ കണ്ടു വെച്ചിട്ടുള്ളതാണ്. ചേട്ടാ ടൗണ് മേട്ടുപ്പാളയം. മേട്ടുപ്പാളയം ഇപ്പൊ ടൗണിലേക്ക് കയറ്റില്ലായിരിക്കും അല്ലേ? ടൗണിൽ കയറ്റൂല, നമ്മളെ നോ എൻട്രി ആണ്. വൺ സൈഡ് കയറി വരും. നമ്മൾ ഈ സൈഡ് പോകുന്നവർക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ കയറി തിരക്കിൽ പെടണ്ടല്ലോ. അതൊരു കാര്യം നല്ലതാണ്. വെറുതെ ആ തിരക്കി പോയി കൊടുന്നതിലും ഭേദമല്ലേ. എടേ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സത്യമംഗലം 44 കിലോമീറ്റർ. കോയമ്പത്തൂർ 35 ഉള്ളൂ. കോയമ്പത്തൂർ പോയിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. എവിടെ ബസ് വരുന്നേ? ചേട്ടൻ ഇങ്ങോട്ട് പോകാനായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് സൈഡാക്കി പിടിക്കണമായിരുന്നോ? ഇടിച്ചില്ലാന്ന് പറഞ്ഞല്ലേ വരുന്നേ? അതിവിടെ ഗ്യാപ്പ് ഇല്ലെന്നേ. ഈ ബസ്സുകാരൻ ലൈറ്റ് ഇട്ട് കാണിച്ചതാ. കേറി വന്നാ ഹരിയാന വണ്ടിയാ. അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ? അങ്ങോട്ട് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും സാധനം കൊണ്ടുവരാനൊക്കെ ആയിരിക്കും അല്ലേ?
ബസ്സാണെങ്കിൽ എന്നെ വലിയ ബസ്സാ ഒന്ന് വളഞ്ഞു അത് കിട്ടണം. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകം എന്താ പറയാ, വീതി കുറവാണ്ട് എതിരെ നമുക്ക് ധൈര്യമായിട്ട് ഇയാളുടെ ബേക്കിൽ തന്നെ വേണം നമ്മൾ പോവാൻ. അപ്പൊ നമ്മൾ എന്തായാലും നേരത്തെ എത്തും. നമ്മള് വീട്ടിലെത്തും അതാ തോന്നുന്നേ. കാരണം ഇയാളെന്തോ വലിയ വലിയ ബസ്സുകളൊക്കെ അങ്ങോട്ട് വരുന്ന കേട്ടോ. അത് ഒന്നിനും പുള്ളി ചവിട്ടി കൊടുക്കുന്നില്ലെന്നേ. അത് ചില ഡ്രൈവർമാരുടെ ഒരു സൂക്കേടാണത്. അവിടെ അവരുടെ അവിടെ നിന്നുള്ളൊരു അയ്യോ ഇപ്പൊ നമ്മള് പെട്ടാ. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കാണുന്ന മൊത്തം എന്താ കാറിന്റെ പൊളി മാർക്കറ്റാണ്. നിനക്ക് ഏത് വണ്ടീന്റെ സ്പെയർ വേണമെങ്കിലും മേട്ടുപ്പാളയത്ത് വന്നാൽ മതി, കിട്ടൂലേ. അതായത് കോയമ്പത്തൂര് പോലെ തന്നെ പ്രധാനമാണ് ഇവിടെ മേട്ടുപ്പാളയും. ഇഷ്ടം പോലെ കട. ഇടിച്ച വണ്ടികളൊക്കെയാ? ഇടിച്ചല്ല, അല്ലാണ്ട് മോട്ടിച്ച് വന്ന വണ്ടികളുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ഉള്ള വണ്ടികളുണ്ട്. ചിലര് എല്ലാം കൊറേ ഇടിച്ച വണ്ടികളെ പോലത്തെ ഇവിടെയൊക്കെ കൊറേ എണ്ണം കിടക്കണ്ട അങ്ങനെ ഇടിച്ച വണ്ടികൾ. ഇടിച്ച വണ്ടികളും ഉണ്ട്. ആ കൂടെ ഇടിക്കാത്ത, അതായത് ചിലത് മോഷണ വണ്ടി വരും. ഇതിൽ ചില വണ്ടി എങ്ങനെ വരികയെന്നറിയോ, അതായത് നമ്മളിപ്പോ സീറ്റിന്റെ കവർ, ഈ പ്ലാസ്റ്റിക് കവർ ഊരാത്തല്ലേ, അങ്ങനത്തെ വണ്ടീന്റെ വരെ സ്പെയർ കിട്ടും അവിടെ. ഏതൊരു വണ്ടി പുതിയത് മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിന്റെ സ്പെയർ ഇവിടെ കിട്ടും. ഇവിടെ കോയമ്പത്തൂരൊക്കെ. അതേപോലെ നമ്മുടെ ഇവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഇതൊക്കെ പൊളി മാർക്കറ്റാണ്. നല്ല ഇരുട്ടായല്ലോ. നമുക്കൊരു പണി ചെയ്യാം. ഇന്നെന്തായാലും നമ്മൾ വീടെത്തിയല്ല, നാളെ രാവിലെ അതായത് ഒരു 6-6:30 ആകുമ്പോ ഏറ്റു വിട്ടാല് 7-8 മണിയാകുമ്പോ വീട്ടിലെത്താം. അങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത്. നമ്മളിപ്പോ സത്യ പോലും എത്തിയില്ലല്ലോ. ഇല്ല, അല്ല നമുക്കൊന്ന് ഗുണ്ടിൽപേട്ടയിൽ പോയിട്ട് അപ്പൊ കിടക്കേണ്ടി വരുമോ? എവിടെ പോയിട്ട് കിടക്കാം? ഒന്നെങ്കിൽ ഗുണ്ടിൽപേട്ടയിൽ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ പോയി കിടക്കാം. ഏത് വേണമെന്ന് ആശി തീരുമാനിക്കും. ഏത് വേണമെങ്കിലും എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഇരുട്ടായി, അതെനിക്കറിയാം. നമുക്ക് എന്തായാലും അവിടെ എത്തുന്ന ഇത് വെച്ച് നോക്കാം. അപ്പത്തെ ഒരു മൂഡ് വെച്ചേ, ഇന്നലെ നമ്മൾ ആ മൂഡിലല്ലേ നമ്മൾ വണ്ടി കിടന്നു തുടങ്ങിയ, എന്ന് പറഞ്ഞാൽ ആ മൂഡ് നോക്കാം. ആയിക്കോട്ടെ ചേട്ടീ, നല്ല ഇരുട്ടായി. ഇരുട്ടെന്ന് പറയുമ്പോ സമയം എത്ര ആയിട്ടുണ്ട്? സമയം 6:30. 6:30 ആയതുള്ളൂ. 6:30 ഇത്രയും ഇരുട്ടായി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സത്യമംഗലം കാട്ടിലെങ്കിലും കയറ്റുവോ? എന്തായാലും മുത്തങ്ങ എന്തായാലും ക്യാൻസൽ. അതെന്തായാലും ക്യാൻസൽ. എന്തായാലും നമ്മൾ നാളെ വീട്ടിലെത്തുള്ളൂ. അതെന്തായാലും ഉറപ്പിച്ച്. ഇതിപ്പോ നമ്മൾ ഇവിടെ എത്താനായി. അവരിപ്പോ പറയും കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി കിടന്നു. പക്ഷെ ഇപ്പൊ ഇവിടത്തെ ക്ലൈമറ്റ് എന്താ, ചൂടാന്ന് തോന്നുന്നില്ലേ? ഇവിടെ എല്ലാം രണ്ട് സൈഡിലും ഇത് മീനെ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നതാ. ഇവിടെ ഒരു ഡാം ഉണ്ടാവും. ഞാൻ പിന്നെ എന്താന്നറിയോ, ഫസ്റ്റ് സർവീസ് കഴിയുന്നതിന് മുമ്പേ മറ്റേ ഓവർ സ്പീഡ് പിടിക്കണ്ട, ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പത്തെ വണ്ടികൾ, പുതിയ വണ്ടികളുടെ എഞ്ചിൻ അങ്ങനെ നോക്കലൊന്നും ഇല്ല ആൾക്കാർ. ആംബുലൻസ് ആക്കുന്ന വണ്ടിക്ക് ഇതാണ് ഡാം. ഒരു ഡാം ഉണ്ട് കേട്ടോ, ഇരുട്ടായി പോയി, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനായിരിക്കില്ല അത്. നമ്മളെ പച്ചക്കറിയൊക്കെ കാണാൻ ഇറങ്ങിയില്ല അവിടെ, അതാണ് ലേറ്റ് ആയി പോയത്. വട്ടം കണ്ടിച്ച് ഇങ്ങനെ മീനുകൾ വെച്ചിട്ടുണ്ടേ. വറക്കുന്നടിയ സൂപ്പർ അത്. ആണോ? ഇനിയിപ്പോ പാതിരാത്രിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പുങ്കാർ, പിന്നെ പൂഞ്ഞാർ എന്നിട്ടാ പോലെ അല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലപ്പേരുള്ള സ്ഥലം ഉണ്ടല്ലോ. നമുക്ക് സത്യമംഗലം കാട്ടിലെങ്കിലും കേറ്റുവോ നോക്കാം എന്തായാലും അല്ലേ. ചേട്ടേ, ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ലല്ലോ? ഇല്ല, വിടുവാല്ലേ. ഇവിടെ എല്ലാം നമുക്ക് വിഷയം. ഇച്ചിരിയും കൂടെ അപ്പുറത്തേക്ക് എത്തണം അല്ലേ? പോലീസുകാർ നിപ്പുണ്ട്. ഇവിടെ ചെറിയ പൈസ മേടിക്കും. അതാ. ആണോ? പൈസ വേണ്ടി നമുക്ക്? പൈസ വേണ്ട, ഇവിടെ കേറുന്നതിന്റെ ടൈം എന്തോ ആണ്. ചേട്ടന്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടല്ലോ. ചേട്ടനല്ല, അതെനിക്ക് ടാക്സി വണ്ടികൾക്ക് മതിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ. അപ്പൊ സമയം 9 മണിക്കൊക്കെ ശേഷം തന്നെയാന്ന് തോന്നുന്നല്ലേ? 9 മണിക്ക് ശേഷം തന്നെ. 9 മണിക്ക് ഇവിടെ അടയ്ക്കും, അങ്ങനെ എന്തോ ഒരു കടുവ എവിടെ? അപ്പുറത്തെ സൈഡിൽ.